ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും പങ്ക് വ്യക്തമാണ്. ഇരുവർക്കും പങ്കുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുകയാണ്. ഗോവർദ്ധനിൽ നിന്ന് 470 ഗ്രാം സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, ഈ വിഷയത്തിലെ നിർണായകമായ അറസ്റ്റ് ആയിരുന്നു ഇരുവരുടേതും. ഒപ്പം തന്നെ ഇപ്പോൾ എന്താണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ, റിമാൻഡ് റിപ്പോർട്ടിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭ്യമായിരിക്കുകയാണ്. ഇരുവരുടെയും പങ്കെന്താണ്? പൂജ, ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സ്വർണ്ണ ഉരുപ്പടികൾ, അത് സ്വർണം പൂശിയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു. അതിൻ്റെ ഉടമയാണ് പങ്കജ് ഭണ്ഡാരി. അതിനൊപ്പം തന്നെ ഈ വാതിൽ സമർപ്പിച്ചതിൻ്റെ സ്പോൺസറായിരുന്നു ബെല്ലാരിയിലെ റൊദ്ദാം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധൻ. ഈ രണ്ടുപേരും ഇപ്പോൾ ഈ കേസിൽ, സ്വർണം കൊള്ള കേസിൽ പ്രതികളായി മാറിയിരിക്കുകയാണ്. നേരത്തെ പ്രതിപട്ടികയിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായി മാറിയിരിക്കുന്നു. രണ്ടുപേരെയും റിമാൻഡ് ചെയ്ത് ജയിലിലുമാക്കിയിരിക്കുന്നു. ഇന്നലെ കൊല്ലം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടത്. അതിൽ വ്യക്തമാക്കുന്നത് SIT നടത്തിയ അന്വേഷണത്തിൽ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും ഈ സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് തെളിവ് ലഭിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരുവരുടെയും പങ്ക് സംബന്ധിച്ചുള്ള കൃത്യമായ മൊഴിയും നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിന്റെ ഭാഗം എന്ന് കരുതുന്ന ഉരുപ്പടികൾ ഇരുവരുടെ ഭാഗത്ത് നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ 470 ഗ്രാം സ്വർണം ഗോവർദ്ധന്റെ റൊഡാം ജുവലറിയിൽ നിന്നാണ് കണ്ടെടുത്തതെന്നും SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യം മുതലേ സംശയിച്ചിരുന്ന ഈ പങ്കജ് ഭണ്ഡാരി ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. പക്ഷേ പങ്കജ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് മാത്രം.